Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Okay, class start ചെയ്യാം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ കാറ്റഗറീസ് ടേബിൾ ഒക്കെ പഠിച്ചു. Then ഇനി പഠിക്കാത്തവർ പഠിച്ചോ? കംപ്ലീറ്റ് ചെയ്തില്ല അവരും? കുറച്ചുപേര് നമ്മൾ പറഞ്ഞു അല്ലെ, ടേബിൾ കാറ്റഗറി ഒക്കെ പറയിപ്പിച്ചു. ബാക്കി ഞാൻ പറഞ്ഞായിരുന്നു പഠിക്കണം. ഓക്കെ, എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലെ? Then ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ട്രീറ്റ്മെന്റ് ഡിസ്പോസല് നമ്മള് വായിച്ചു. അതുപോലെ തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ആണ് പറഞ്ഞത്. Then next one, final disposal. Means നമ്മളിപ്പോ ഡിസ്പോസലിന്റെ പ്രോസസ് ഒക്കെ കഴിഞ്ഞു. Then benefits of biomedical and waste management. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ബെനഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് ബെനഫിറ്റ്സ് ഉണ്ടോ? ഇങ്ങനെ വേസ്റ്റ് മാനേജ്മെന്റ് ഇതുപോലെ നമ്മൾ ടേബിളിൽ പറഞ്ഞ പോലെ ഓരോ കാറ്റഗറിയൊക്കെ ആയിട്ട് തിരിച്ച് കൃത്യമായിട്ടുള്ള വേസ്റ്റുകൾ ഡിസ്പോസൽ രീതിയിലൊക്കെ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബെനഫിറ്റ്സ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് അല്ലെ? നമ്മൾ പറഞ്ഞു പല രീതിയിലുള്ള പല ടൈപ്പ് വേസ്റ്റുകളാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ? നമ്മൾ പറഞ്ഞത് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ളതുണ്ട്, മറ്റു അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളത് പരമായിട്ടുള്ള വേസ്റ്റുകൾ, കെമിക്കൽ ആയിട്ടുള്ള വേസ്റ്റുകൾ അല്ലെ? സോ ഇതെല്ലാം നമ്മൾ ആ ഒരു കാറ്റഗറൈസ് ശരിയായിട്ടുള്ള രീതിയിൽ ഡിസ്പോസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ബെനഫിറ്റ്സ് ലഭിക്കും. നോക്കാം എന്തൊക്കെയാണ് ബെനഫിറ്റ്സ് എന്നാണ് താഴെ പറയുന്ന പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ബെനഫിറ്റ്സ് പഠിക്കണം, മനസ്സിലാക്കി പഠിച്ചാൽ മതി. ക്ലീനിയർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ്. നമ്മുടെ ചുറ്റുപാടൊക്കെ നല്ല ഹെൽത്തിയറും അതുപോലെ തന്നെ ക്ലീൻ ആയിരിക്കും. നല്ല വൃത്തിയുള്ള ആരോഗ്യമുള്ള ഒരു ചുറ്റുപാട് നമുക്ക് ലഭിക്കുന്നു. റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് of hospital acute and general infection. Reduction incidence hospital acute and general infection. അതായത് ഇൻഫെക്ഷനും മറ്റും സ്ക്രീൻ കാണുന്നില്ല. കാണുന്നുണ്ടോ സ്ക്രീൻ? കുറച്ചു പേർക്ക് കാണുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ബെനഫിറ്റ്സ് ഒന്ന് വായിക്കാം. ബെനഫിറ്റ്സ് വായിക്കാം കേട്ടോ. അടിച്ചു പോയതാണോ? സിസ്റ്റർ അടിച്ചു പോയെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സ്ക്രീൻ ഇപ്പോ ക്ലിയർ ആണോ? ഇപ്പൊ ഓക്കെ ആണോ സ്ക്രീൻ? ഓക്കെ, മിസ് ആ വഴി പോയെന്ന് വിചാരിച്ചല്ലേ? ഓക്കെ, നോക്കാം. ബെനഫിറ്റ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ബെനഫിറ്റ്സ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞു, ക്ലീനിയർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ് അല്ലെ? വൃത്തിയുള്ളതും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ളൊരു സറൗണ്ടിങ്സ്, അന്തരീക്ഷം. അതുപോലെ തന്നെ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അക്യൂട്ട് ആൻഡ് ജനറൽ ഇൻഫെക്ഷൻ.
അതായത് പൊതുവായിട്ടുള്ള ഇൻഫെക്ഷനിൽ നിന്നും ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷനിൽ നിന്നും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. വേസ്റ്റ് നല്ല പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസിനെയൊക്കെ നമുക്ക് പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കും. Then reduction in price of infection control within hospital. ഹോസ്പിറ്റലിലെ ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോളിന്റെ പ്രൈസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് നമുക്ക് അധികം ഇതുപോലെ തന്നെ ഡിസ്പോസിബിൾ രീതികളൊന്നും വരില്ല. സോ നമ്മള് ബയോമെഡിക്കൽ വേസ്റ്റുകൾ കുറച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിസ്പോസലിന്റെ പ്രൈസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. Then reduction in the probability of diseases and death due to reuse and repackaging infectious disposables. Reduction in probability of diseases, അല്ലെ, അസുഖങ്ങളെയും അതുപോലെ തന്നെ മരണം നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെ? Due to reuse and repackaging infectious disposable. അണുബാധയുള്ള ഡിസ്പോസബിൾ ആയിട്ടുള്ള പുനരുപയോഗം ചെയ്യുന്നതിലൂടെ, നമ്മൾ വീണ്ടും അതിന് ഉപയോഗിക്കുന്നതിലൂടെ, മീൻസ് നമ്മൾ പറഞ്ഞു ഇൻഫെക്ഷൻസ് അല്ലാത്തവയൊക്കെ ആണെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ റീയൂസ് ചെയ്യാം. അതിലൂടെ നമുക്ക് ഡിസീസസ് കുറയ്ക്കാനും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡെത്ത് കുറയ്ക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ലോ ഇൻസിഡൻസ് ഓഫ് ഓക്യുപേഷണൽ ഹെൽത്ത് പ്രോബ്ലംസ്. തൊഴിൽപരമായിട്ടുള്ള, അതായത് അവിടുത്തെ വർക്കേഴ്സിന്റെ ആരോഗ്യത്തെ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കാവുന്നത്. നമ്മൾ പറഞ്ഞു അതുമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ട്. അവര് ഒരുപാട് റിസ്ക്, ഏറ്റവും കൂടുതൽ റിസ്ക് അനുഭവിക്കുന്നത് ആർക്കാണ്? ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന വർക്കേഴ്സിനാണ്. സോ അവരുടെ ആ ഒരു ഒക്യുപേഷണൽ ഹെൽത്ത് പ്രോബ്ലത്തിന് നമുക്ക് അത്തരം ഇൻസിഡൻസിനെ കുറയ്ക്കാൻ സാധിക്കുന്നു. ഇംപ്രൂവ്ഡ് ഇമേജ് ഓഫ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻക്രീസ്ഡ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇമേജ് വർദ്ധിപ്പിക്കാനും, ഇമേജ് വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലൈഫ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്നത്. നമ്മൾ പറഞ്ഞു നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലില് നല്ല ക്ലീൻ ആണ്, നല്ല വൃത്തിയിലും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ നല്ല രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം പറയുന്നവരല്ലോ, അല്ലെ? അപ്പൊ അതിനൊരു റെപ്യൂട്ടേഷൻ തന്നെയാണ് അത്. സോ ഇമേജ്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇമേജിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ബെനഫിറ്റ്സുകൾ ഒന്ന് വായിച്ചു നോക്കുക, സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ, മനസ്സിലാക്കി പഠിക്കുക ബെനഫിറ്റ്സ്. Okay, the next one. Indian Medical Association goes eco-friendly. Image എന്നാണ് പറയാ. എക്സാമിൽ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമേജിന്റെ ഫുൾ ഫോം ആണ്. Indian Medical Association goes eco-friendly. ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായിക്കാതെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എന്താണെന്നുള്ളത്. ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബയോമാലിന്യങ്ങളെ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഒരു പദ്ധതിയാണ് ഇമേജ് എന്ന് പറയുന്നത്. ഈ ബയോമാലിന്യങ്ങളുടെ സംസ്കരണത്തിനായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇമേജ്. ഓക്കെ, നമുക്ക് ഇമേജിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാടൊന്നുമില്ല. നോക്കാം. ഇമേജ് അസോസിയേറ്റ്സ് വിത്ത് ഓൾ മോഡേൺ മെഡിസിൻ ഹെൽത്ത് കെയർ എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻ ബോത്ത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ലൈക്ക് hospital based on their bed strength, clinic based on number of room facilities, labs based on diagnostic facility, dental clinics based on number of dental chairs. So ഇവിടെ ഫസ്റ്റ് പറയുന്നത് ഒരുപാട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, അല്ലെ? ക്ലിനിക്സ്, ലാബ്, അതുപോലെ തന്നെ എന്താണ് ഡയഗ്നോസിസ് ഫെസിലിറ്റി, ഡെന്റൽ ക്ലിനിക്സുകൾ, ഇതെല്ലാം ഇമേജില് മെമ്പറാണ്, മെമ്പർഷിപ്പ് എടുക്കുന്ന ഇവരെല്ലാം ഇമേജുമായിട്ട് അസോസിയേറ്റ്സ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. പ്രൈവറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസുകൾ, അതുപോലെ തന്നെ ക്ലിനിക്സ്, അതുപോലെ ലബോറട്ടറികൾ, ഡെന്റൽ ക്ലിനിക്സുകൾ, ഇവയെല്ലാം ഇമേജുമായിട്ട് സഹകരിച്ചു പോകുന്ന സ്ഥാപനങ്ങളാണ്. നോമിനൽ നോൺ റിട്ടേണബിൾ ഫീ ഈസ് ബീയിങ് ചാർജ്ഡ് അറ്റ് ദ ടൈം ഓഫ് അഫിലിയേഷൻ. ഈ പറയുന്ന സ്ഥാപനങ്ങള്
സഹകരിച്ചു പോകുന്ന സ്ഥാപനങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, അവര് ഈ ഒരു മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഈ ഇമേജ് എന്നുള്ളൊരു പദ്ധതിയിൽ അംഗങ്ങളാകുമ്പോൾ അവർക്കൊരു നോമിനൽ നോൺ റിട്ടേണബിൾ ഫീസ് ഈടാക്കും. അതായത് നമ്മൾ എന്താ പറയാ, നമ്മൾ ചേരുമ്പോ ഒരു അഡ്മിഷൻ ഫീസ് ഒക്കെ പോലെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫീസ്, ഒരു നോമിനൽ നോൺ റിട്ടേണബിൾ, നമുക്കത് തിരിച്ചു കിട്ടില്ല. നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുന്ന ആ ടൈമിൽ ഒരു നിശ്ചിത ഒരു എമൗണ്ട് ഈ ഒരു സ്ഥാപനങ്ങള് ഈ ഒരു ഇമേജിലോട്ട് നമ്മൾ നൽകിയിരിക്കണം. The operating expense being met charging a nominal monthly fee as operational cost declared for the category HCI healthcare institution. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന സ്ഥാപനങ്ങളെല്ലാം ഇമേജിലെ അംഗങ്ങളാണ്. ദെൻ ഇമേജില് നമ്മളിത് ചേരുമ്പോൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഒരു നിശ്ചിത എമൗണ്ട്, ഒരു നോമിനൽ റിട്ടേണബിൾ ആണ്, നോൺ റിട്ടേണബിൾ ആണ്, തിരിച്ചു കിട്ടില്ല, ഒരു ഫീസ് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. ദെൻ പിന്നെ നമ്മൾ അതിന്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ സ്ഥാപനങ്ങളിൽ നിന്നും ഈ ബയോമെഡിക്കൽ മാർഗങ്ങൾ ഈ ഒരു ഇമേജ് പ്ലാനിലോട്ട് അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോകും. സോ അതിനൊരു മന്ത്ലി ഫീസ് ഉണ്ട് ഓരോ സ്ഥാപനങ്ങൾക്കും. അത് എല്ലാത്തിനും ഒരേപോലെ മന്ത്ലി ഫീസ് ആയിരിക്കില്ല. സോ അതിന്റെ കാറ്റഗറി അനുസരിച്ച് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു. ഇപ്പോ ഹോസ്പിറ്റൽ ആണെങ്കിൽ, ഇപ്പൊ ലാബ് ആണെങ്കിൽ അവിടുത്തെ ഡയഗ്നോസ് ഫെസിലിറ്റി നോക്കും. ഡെന്റൽ ക്ലിനിക് ആണെങ്കിൽ എത്ര ഡെന്റൽ ചെയേഴ്സ്, അതായത് എത്രത്തോളം അവിടെ മെമ്പേഴ്സുകൾ വരുന്നുണ്ട്, എത്രത്തോളം പേഷ്യൻസുകൾ വരുന്നുണ്ട് എന്നതനുസരിച്ചിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും അതിന്റെ ചാർജ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോ നമ്മളുടെ വീട്ടില് നമ്മൾ പറഞ്ഞു ഹരിതക കർമ്മസേനക്കാർ വരും അല്ലെ, അവര് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യും. ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ മന്ത്ലി ഫീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ? എത്ര രൂപയാണ് നമ്മൾ മന്ത്ലി ഫീ ആയിട്ട് കൊടുക്കുന്നത്? എത്രയാ കൊടുക്കുന്നത്? 50 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട് മന്ത്ലി ഫീ ആയിട്ട് അല്ലെ. അപ്പോ അതുപോലെ തന്നെയാണ് ഇവിടെയും ഇമേജ് അവര് നമ്മളെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വന്ന് നമ്മളുടെ ഈ ഒരു സെലക്ട് അല്ലെങ്കിൽ ഇത് കളക്ട് ചെയ്യും. ഈ മാലിന്യങ്ങൾ കളക്ട് ചെയ്യുമ്പോൾ ആ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അതാത് സെയിം എമൗണ്ട് ആയിരിക്കില്ല. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ചിലപ്പോൾ ലാർജ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവിടുത്തെ മാലിന്യങ്ങൾ ഇതിന്റെ അളവ് ക്വാണ്ടിറ്റി കൂടുതലുണ്ടാകും. സോ അതിനനുസരിച്ചിട്ട് ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു നിശ്ചിത എമൗണ്ട് മന്ത്ലി ചാർജ് നമ്മൾ ഫീസ് കൊടുക്കണം. ഓക്കെ, ദെൻ ഇനിയാണ് ഇമേജിനെ കുറിച്ച് പറയുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. ഇമേജ് വാസ് സ്റ്റാർട്ടഡ് അറ്റ് പാലക്കാട് and it was commissioned on 14th December 2003. അണ്ടർലൈൻ ചെയ്യാം. ഇമേജ് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാട് ആണ്. ദെൻ അത് കമ്മീഷൻഡ് മീൻസ് സ്റ്റാർട്ടപ്പ് ആയത് എന്നാണ് 14th December 2003 Then the image plan has working been successfully from January 2004. 2003 ഡിസംബറിലാണ് ഇത് സ്റ്റാർട്ടപ്പ് ചെയ്തത്. Then അതിന്റെ വർക്ക് മീൻസ് അവിടുത്തെ വർക്കിംഗ് മീൻസ് അവിടുത്തെ വർക്ക് പ്ലാന്റ് സ്റ്റാർട്ടപ്പ് ആയത് എന്നാണ് 2004 മീൻസ് ഡിസംബറിലാണ്. Then നെക്സ്റ്റ് മന്തിലാണ്, നെക്സ്റ്റ് ഇയർ ആയി, നെക്സ്റ്റ് മന്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അതിന്റെ വർക്കുകൾ. Then providing commendable services to the state since the information image thereby guarantees scientific removal of infectious waste generated from healthcare institution across Kerala. So image ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. ഡിസംബർ 2003 സ്റ്റാർട്ട് ചെയ്തു. Then ജനുവരി 2004 അതിന്റെ വർക്കിംഗ് ആരംഭിച്ചു. Then ഇമേജ് എന്ന് പറയുന്നത് പ്രൊവൈഡിങ് കമൻഡബിൾ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോർമേഷൻ ആണ് ഇമേജിന്റെ പ്രവർത്തനങ്ങള്. Then ഇമേജ് എന്ന് പറയുന്നത് ഗ്യാരണ്ടി നൽകുന്നത് സയന്റിഫിക് റിമൂവൽ ഓഫ് ഇൻഫെക്ഷസ് വേസ്റ്റ്, ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകളുടെ സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ആ ഒരു എന്താ പറയാ നിർമ്മാർജ്ജന രീതിയാണ് ഇമേജ് നൽകുന്നത്. Then from health care institution across Kerala, കേരളത്തിൽ എല്ലാ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള വേസ്റ്റുകൾ കളക്ട് ചെയ്തുകൊണ്ട് അതിന് സയന്റിഫിക്കൽ ആയിട്ടുള്ള റിമൂവൽ ആണ് ഇമേജ് പ്ലാന്റ് ചെയ്യുന്നത്. Then within 48 hours ഹോസ്പിറ്റലുകളിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഈ മാലിന്യങ്ങൾ അവർ കളക്ട് ചെയ്യുന്നു. In line with the provision laid down biomedical waste management rules 2016 released, underline ചെയ്യാം. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂള് 2016 മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് റിലീസ് ചെയ്തത്. 2016 ഇയർ ഓർത്ത് വെക്കണം, എക്സാമിന് ചോദിക്കും. Then ഇമേജ് സ്റ്റാർട്ടപ്പ് ചെയ്തത് എവിടെയാണ്? പാലക്കാട് ചോദിക്കാറുണ്ട്.
ദെൻ അതുപോലെ തന്നെ ഇയർ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കമ്മീഷൻഡ് ആയിട്ടുള്ള ഇയർ ആണ് എപ്പോഴും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. 14th December 2003. 14th December അതുകൂടി പഠിക്കണം. ഇയർ മാത്രമല്ല കറക്റ്റ് ഡേറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. സോ അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അത്രയും കാര്യം ക്ലിയർ ആണോ? ഇമേജ് ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സംസ്കരിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇമേജ്. പാലക്കാട് അത് സ്റ്റാർട്ട് ചെയ്തു. ദെൻ അത് എന്താ പറയാ, ശാസ്ത്രീയമായിട്ടുള്ള ഒരു നീക്കമാണ്. അതുപോലെ തന്നെ 48 hours ഈ മാലിന്യങ്ങൾ അവർ വന്ന് കളക്ട് ചെയ്യുന്നു. ദെൻ മന്ത്ലി ഒരു ചാർജ് ഇതിന് ഈടാക്കുന്നു. ദെൻ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. വായിച്ചു നോക്കാം. ദെൻ അടുത്ത ഭാഗം നമുക്ക് വായിക്കാം. ഇത്രയും ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ? വായിച്ച് ക്ലിയർ ആണല്ലോ എന്ന് നോക്കാം. വീണ്ടും ഇമേജിനെ കുറിച്ചാണ് പറയുന്നത്. All government healthcare institutions under Directorate of Health Service Kerala and Directorate of Medical Education of Kerala are beneficiary of the special scheme imaged, by which they are spared from paying affiliation fees and are made eligible for service of image at subsidiary rate. അതായത് ഓൾ ഗവൺമെന്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ എന്തിന്റെ കീഴിലുള്ള ഡയറക്ടർ ഓഫ് ഹെൽത്ത് കെയർ സർവീസും അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന് കീഴിലുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് അവർക്ക് ബെനിഫിഷ്യറി ആണെന്ന്. അതായത് അവർക്ക് ഇമേജ് പ്ലാനിന്റെ നമ്മൾ പറഞ്ഞു ഒരു മന്ത്ലി ഫീസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ അത് ഒരു സബ്സിഡിയറി റേറ്റിൽ അവർക്ക് ലഭിക്കുന്നു. ഈ രണ്ട് കാര്യത്തിനും, അതായത് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിനും ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനും കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾക്ക് ആ ഒരു ഫീസിൽ കുറച്ച് ഇളവ് ലഭിക്കുന്നുണ്ടെന്ന്. Then on an average about 55.8 tons biomedical waste arrives at the image plant daily. ഇമേജ് പ്ലാന്റില് ഒരു ദിവസം, അതായത് ഡെയിലി ഒരു ദിവസത്തിൽ വരുന്ന ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് 55.8 tons ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്, ഇത്രത്തോളം അല്ലെ? അക്രോസ് ദ കേരള ആണ് അല്ലെ? നമ്മൾ പറഞ്ഞു കേരളത്തിലുടനീളമുള്ള എല്ലാ ഹെൽത്ത് കെയർ ഹോസ്പിറ്റലുകൾ, ക്ലിനിക്സുകൾ, ഡെന്റൽ ക്ലിനിക്സുകൾ അല്ലെ, ഇവിടെ നിന്നെല്ലാം ഉത്പാദിപ്പിക്കുന്ന ആ ഒരു മാലിന്യത്തിന്റെ അളവാണ് പറയുന്നത് 55.8 tons. നിസ്സാരമാണോ? ചെറിയൊരു അളവാണോ അത്? ആണോ? ആലോചിച്ച് നോക്കിയേ, ചെറിയൊരു അളവാണോ 55.8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അല്ല അല്ലെ? സോ ഇപ്പൊ കേരളത്തിൽ ഇത്രയും മാലിന്യങ്ങൾ അല്ലെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. സോ ടോട്ടൽ ആയിട്ട് ഇമേജ് പ്ലാന്റിൽ ഒരു ദിവസം വരുന്നതിന്റെ കണക്കാണ് 55.8 tons എന്ന് പറയുന്നത്. in which അതില് 13.5 tons are incinerable waste. ഇൻസിനറബിൾ ആയിട്ടുള്ളത് മീൻസ് നമ്മൾ പറഞ്ഞല്ലോ that collected in yellow bag. യെല്ലോ ബാഗിൽ കളക്ട് ചെയ്യുന്ന ഇൻസിനറബിൾ ആയിട്ടുള്ള കത്തിക്കാവുന്ന വേസ്റ്റുകളാണ്.
30.5. Then 19 tons. 19 tons autoclavable waste. Red bag സൂക്ഷിക്കുന്ന autoclavable ആയിട്ടുള്ള വേസ്റ്റുകൾ. Then 5 tons are bottles. ബോട്ടിൽസുകൾ. Then 0.7 ton is sharp and metals. Then 0.6 ton is discarded medicine. Just ഒരു അളവാണ് തന്നിരിക്കുന്നത്. അണ്ടർലൈൻ ഒന്നും ചെയ്യണ്ട, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ടോട്ടൽ 55.8 tons ആണ് ഡെയിലി ഒരു ഇമേജ് പ്ലാന്റിലോട്ട് വരുന്നത്. അതിൽ ഓരോന്നും എത്രത്തോളം ഉണ്ടെന്നാണ് ഏകദേശ കണക്ക് പ്രകാരമാണ് പറയുന്നത് കേട്ടോ. Then this waste is gathered from all 30,000 plus healthcare centers across state of Kerala within 24 hours of its generation. കേരളത്തിലെ ഒരു 13,000 ഒരു ഏകദേശ കണക്കാണ്. പ്ലസ് അതിൽ കൂടുതൽ ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ നിന്നും 24 hours-നുള്ളിലാണ് ഇത്രയും 55.8 tons ബയോമെഡിക്കൽ വേസ്റ്റുകൾ പ്ലാന്റിലോട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, കണക്ക് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, അണ്ടർലൈൻ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് അത്രത്തോളമാണ് ഒരു ദിവസത്തെ വരുന്ന കണക്കുകൾ എന്നാണ് പറയുന്നത്. സോ അപ്പോ ഇമേജ് അല്ലെ, ഇമേജ് എന്നുള്ളത് എന്താണെന്നൊരു ഐഡിയ കിട്ടിയോ? പുതിയൊരു അറിവാണോ? നിങ്ങൾ നേരത്തെ അറിയാമായിരുന്നോ ഇമേജ് പ്ലാന്റിനെ കുറിച്ച്? അറിയോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആരും കേട്ടിട്ടില്ല? ഫസ്റ്റ് ടൈം ആണോ? ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട് ഇമേജിനെ കുറിച്ച്. കൂടുതലായിട്ടൊന്നുമില്ല, എന്താണെന്നുള്ളൊരു ഇതാണ്. ദെൻ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കോ? അടുത്ത ദിവസം ഞാൻ ചോദിക്കാം. ഓക്കെ, യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കോളൂ, അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇമേജ് പ്ലാന്റിന്റെ അവരത് എങ്ങനെയാ ചെയ്യുന്നത്, വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കാം കേട്ടോ. നമുക്ക് പഠിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് എന്താണ്, അതെവിടെയാണ് സ്റ്റാർട്ടപ്പ് ചെയ്തത്, അതെന്താ ചെയ്യുന്നത്, അതിന്റെ വർക്ക് എന്താണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ദെൻ കൂടുതലായിട്ട് കുറച്ചും കൂടി അറിയണം എന്ന് ആഗ്രഹമുള്ളവര് ഒന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്യാം. ഇപ്പൊ സെർച്ച് ചെയ്യേണ്ട ആരും, ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ സെർച്ച് ചെയ്താൽ മതി. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കാം. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കണേ. കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കാം. മനസ്സിലാക്കി വായിക്കുക കേട്ടോ. എന്ത് പറ്റി ശ്രീലക്ഷ്മി? കാണുന്നില്ലേ? സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഇല്ല. ബാക്കി എല്ലാവർക്കും കാണുന്നുണ്ടോ? ബാക്കിയുള്ളവര് സ്ക്രീൻ കാണാം. ഓക്കെ, ശ്രീലക്ഷ്മി എന്ത് പറ്റി? ഒന്നും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് നോക്കൂ. റേഞ്ചിന്റെ ഇഷ്യൂ ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ബാക്കി എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ സ്ക്രീൻ അല്ലേ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചില്ല അവരും? ഇമേജ് വായിച്ചു നോക്കിയോ? ഓക്കെ, ക്ലിയർ ആണോ വായിച്ചിട്ട്? എന്താണ് ഇമേജ്? എവിടെ സ്റ്റാർട്ട് ചെയ്തു? അതിന്റെ പ്രോസസ് എന്തൊക്കെയാണ്? ഓക്കെ, നെക്സ്റ്റ് വൺ, സിമ്പിൾസ് യൂസ്ഡ്.
ബയോമെഡിക്കൽ നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റുകളെ കുറിച്ച് പഠിച്ചു അല്ലെ. പിന്നെ അതിന്റെ സിമ്പിൾസ് ആണ് കുറച്ച് സിമ്പിൾസ് ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്നുള്ളത്. 4 സിമ്പിൾസ് മാത്രം തന്നിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതണം. ഫസ്റ്റ് സിമ്പിൾ ആണ് ബയോ ഹസാർഡ്സ്. ബയോ ഹസാർഡ്സിനെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നമാണ്. സിമ്പിൾസിന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു കോഡ് വെച്ചൊക്കെ ഒന്ന് പഠിച്ചു പോവുക. സിമ്പിൾസ് ഫസ്റ്റ് സിമ്പിൾ കണ്ടിട്ട് എന്തെങ്കിലും ആയിട്ട് സാമ്യപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? പിക്ചർ കണ്ടിട്ട് എന്തെങ്കിലും ആയിട്ട് സാമ്യപ്പെടുത്താനായിട്ട് പറ്റുന്നുണ്ടോ? പിക്ചർ ബയോ ഹസാർഡ്സിന്റെ ഒന്നും തോന്നുന്നില്ല. എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ആയിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചത്. ഒളിമ്പിക്സ് ഒളിമ്പിക്സിന്റെ അല്ലെ ഓക്കെ ഒളിമ്പിക്സിന്റെ ഒക്കെ ഒരു ഇതുണ്ട് അല്ലെ. അപ്പൊ അതാണ് ബയോ ഹസാർഡ്സ് കേട്ടോ. ഒളിമ്പിക്സ് ഇങ്ങനെ അറിയിച്ചു വെക്കുക, എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ബയോ ഹസാർഡ്സിന്റെ സൈൻ ആണ്. ദെൻ സൈറ്റോടോക്സിക് നമ്മൾ പഠിച്ചല്ലോ. സൈറ്റോടോക്സിക് ഡ്രഗ്സ്. സൈറ്റോടോക്സിക് ഡ്രഗ്സിന്റെയാണ് ഒരു എന്താ പറയാ ട്രയാങ്കിളില് ഒരു സൈൻ കൊടുത്തിട്ടുണ്ട്. അതാണ് സൈറ്റോടോക്സിക്. ദെൻ ഡേഞ്ചറസിന്റെ സൈൻസ് നോക്കി. Then warning infectious waste dispose of properly. Infectious waste warning signs അത് എഴുതി വെച്ചിട്ട് അതുപോലെ തന്നെ കൊടുത്തിരിക്കുകയാണ്. Then caution, കീമോതെറാപ്പിയുടെ caution. ഓക്കെ 4 സിമ്പിൾസ് ആണ്. ജസ്റ്റ് ഒന്ന് പിക്ചർ ഒന്ന് നോക്കി വെക്കുക. The next, management and administration must make sure. ഒരു ഹോസ്പിറ്റലിലെ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ബയോമെഡിക്കൽ വേസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തി ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്ററും മാനേജേഴ്സും ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് നോക്കാം. Every hospital must have well-defined awareness and training program for all the category of personnel concerning BMW, biomedical waste management. So എല്ലാ ഹോസ്പിറ്റലും ഉറപ്പായിട്ടും പേഴ്സണൽ കൺസേണിംഗ് BMW, പേഴ്സണൽ എംപ്ലോയീസ് അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തൊഴിലാളികൾക്ക് അവർക്ക് അവയർനെസ്സിന് വേണ്ടി അവയർനെസ് ക്ലാസ്സുകളോ ട്രെയിനിങ് പ്രോഗ്രാംസുകളോ അറേഞ്ച് ചെയ്യണം. നിർബന്ധമായിട്ടും അറേഞ്ച് ചെയ്യണം. കാരണം അവര് ഹാൻഡിൽ ചെയ്യുന്നവരെ നമ്മൾ പറഞ്ഞു ഒരുപാട് റിസ്ക് അനുഭവിക്കുന്നത് അവർ തന്നെയാണ് അല്ലെ. സോ അത് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതും സേഫ്റ്റി മെഷർമെന്റ്സുകൾ എടുക്കേണ്ടത് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് എല്ലാ ഹോസ്പിറ്റലും നിർബന്ധമായിട്ടും സംഘടിപ്പിച്ചിരിക്കണം. ഓക്കെ. രണ്ടാമതായിട്ട് പറയുന്നത് ട്രെയിനിങ് ഹാസ് ടു ബി ഗിവൺ ഇൻ സ്യൂട്ടബിൾ ലാംഗ്വേജ് ഇൻ എ മാനർ that is acceptable. Each hospital should set up a hospital waste management committee. രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് ട്രെയിനിങ് നമ്മൾ പറഞ്ഞു ബയോമെഡിക്കൽ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന പേഴ്സണൽസിന് അവയർനെസ്സും ട്രെയിനിങ് പ്രോഗ്രാംസും കൊടുക്കണം. സോ അത് കൊടുക്കുന്നത് ട്രെയിനിങ് ഹാസ് ടു ബി ഗിവൻ സ്യൂട്ടബിൾ ലാംഗ്വേജ്. എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം ട്രെയിനിങ്സ് കൊടുക്കുക. Then each hospital should set up a hospital waste management committee. എല്ലാ ഹോസ്പിറ്റൽസും ആ ഒരു ഹോസ്പിറ്റലില് ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കണം. ഈ ബയോമെഡിക്കൽ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാ ഹോസ്പിറ്റൽസും നിർബന്ധമായിട്ട് രൂപീകരിച്ചിരിക്കണം. ഇനി ദിസ് കമ്മിറ്റി ഷുഡ് ലയബിൾ ഫോർ മേക്കിംഗ് ഹോസ്പിറ്റൽ സ്പെസിഫിക് ആക്ഷൻ പ്ലാൻ ഫോർ hospital waste management and its supervision, monitoring and implementation. So നമ്മൾ പറഞ്ഞു എല്ലാ ഹോസ്പിറ്റൽസും ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കണം. ഈ കമ്മിറ്റിയുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ ലേബിൾ, ആ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക് പ്ലാനുകൾ, ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കണം. അതുപോലെ തന്നെ സൂപ്പർവിഷൻ ചെയ്യണം. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സൂപ്പർവിഷൻ ചെയ്യണം, മോണിറ്ററിംഗ് ചെയ്യണം. ദെൻ ഇംപ്ലിമെന്റേഷൻ, പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കണം. ഇതാണ് കമ്മിറ്റിയുടെ ലക്ഷ്യം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. Then fourth one, the yearly reports accident needed as required under biomedical waste rules should be submitted to concerned authority as in keeping
ബയോമെഡിക്കൽ വേസ്റ്റ് റൂൾസ് ഫോർമാറ്റ് അല്ലെ. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് നിയമപ്രകാരം ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കണം. അതുപോലെ തന്നെ എന്താണ് ഇനി ബയോമെഡിക്കൽ വേസ്റ്റോടെ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ആക്സിഡൻസുകൾ അപകടങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് വേണം? അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഫോർമാറ്റ് അനുസരിച്ചുകൊണ്ട് അധികാരികൾക്ക് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണം. എന്തെങ്കിലും ഇൻസിഡൻസ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അതോറിറ്റിക്ക് അതിന്റെ റിപ്പോർട്ട്സ് സമർപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റലില് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആണോ? എന്തൊക്കെയാണ് ഉറപ്പ് നൽകേണ്ടത്? വായിച്ചു നോക്കുക കേട്ടോ. പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു നോക്കാം. മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. മനസ്സിലാക്കി പഠിക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ബുദ്ധിമുട്ടുണ്ടോ? പോയിന്റ്സുകൾ വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? പോയിന്റ്സുകള് ഫസ്റ്റ് പോയിന്റ് ആണോ? ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എവറി ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് വെൽ ഡിഫൈൻഡ് അവയർനെസ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം ഫോർ പേഴ്സണൽ കൺസേണിംഗ് BMW. ബയോമെഡിക്കൽ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന വർക്കേഴ്സ്, നമ്മൾ പറഞ്ഞല്ലോ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒത്തിരി വർക്കേഴ്സ് ഉണ്ടാവും. സോ അങ്ങനെയുള്ള എംപ്ലോയീസിന് അവർക്ക് അവയർനെസ് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ വെക്കണം എന്ന്. എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞല്ലോ അവർക്ക് ഒത്തിരി റിസ്കുകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും അല്ലെ? കാരണം ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകളൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാംസുകൾ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുക എന്നാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. തേർഡ് പോയിന്റ് പറഞ്ഞതേ സെക്കൻഡ് പോയിന്റിന്റെ കണ്ടിന്യൂഷൻ പോലെയാണ്. സെക്കൻഡ് പോയിന്റിൽ നമ്മൾ പറഞ്ഞു എല്ലാ ഹോസ്പിറ്റലിലും അവിടെ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കണം. തേർഡ് പോയിന്റിൽ പറയുന്നത് ഇനി ആ കമ്മിറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ്. ദിസ് കമ്മിറ്റി ഷുഡ് ബി liable for making a hospital specific action plan for hospital waste management. ആ കമ്മിറ്റി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഹോസ്പിറ്റലിലെ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ പ്രവർത്തനങ്ങളുടെ പ്ലാൻ തയ്യാറാക്കണം. അതുപോലെ തന്നെ സൂപ്പർവിഷൻ ചെയ്യണം. അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിലാണോ ചെയ്യുന്നത്, വർക്കേഴ്സിനെ നോക്കാം, അവരെ മോണിറ്ററിങ് ചെയ്യണം, നിരീക്ഷിക്കണം. അതുപോലെ തന്നെ ഇംപ്ലിമെന്റേഷൻ, ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണമെങ്കിൽ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരാം, അത് ഇംപ്ലിമെന്റ് ചെയ്യാം, നടപ്പിലാക്കുക. അതിന്റെ കമ്മിറ്റിയുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ കമ്മിറ്റി ചെയ്യേണ്ട കാര്യങ്ങളാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആണോ തേർഡ് പോയിന്റ്? ഓക്കെ, വായിച്ച് കംപ്ലീറ്റ് ചെയ്യാം. എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തല്ലോ. ലാസ്റ്റ് വൺ ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആണ് മെഷർ ഫോർ വേസ്റ്റ് മിനിമൈസേഷൻ. അപ്പൊ നമ്മൾ ഈ ബയോമാലിന്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു. നമ്മൾ പറഞ്ഞു ഇമേജ് എന്ന് പറഞ്ഞ പ്ലാന്റിലോട്ട് ഡെയിലി പോകുന്നത് ഒരു 55.5 50.8 ടൺ മെഡിക്കൽ വേസ്റ്റുകളാണ് അല്ലെ. സോ മെഷർ ഫോർ വേസ്റ്റ് മിനിമൈസേഷൻ, വേസ്റ്റ് മിനിമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാവുന്ന മെഷേഴ്സുകൾ എന്തൊക്കെയാണ്? നമുക്ക് ഈ വേസ്റ്റ് കുറയ്ക്കാനായിട്ട് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്ന കാര്യങ്ങൾ നോക്കാം. As far as possible, purchase of reusable items made of glass and metal should be promoted. കഴിയാവുന്നിടത്തോളം നമ്മൾ റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസുകൾ പർച്ചേസ് ചെയ്യാന്. മെയ്ഡ് ഓഫ് ഗ്ലാസ് ആൻഡ് മെറ്റൽ ഷുഡ് ബി പ്രൊമോട്ടഡ്. ഗ്ലാസ് മെറ്റൽ ടൈപ്പുകൾ പ്രൊമോട്ട് ചെയ്യാന്. കൂടുതലും റീയൂസബിൾ ആയിട്ടുള്ള വേസ്റ്റ് വരാത്ത രീതിയിൽ. ഇപ്പോൾ ചിലത് നമുക്ക് റീയൂസബിൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതധികം നമുക്ക് വേസ്റ്റിലോട്ട് പോകില്ല, വീണ്ടും വീണ്ടും നമുക്കത് ഉപയോഗിക്കാം. സോ മാക്സിമം എന്ത് ചെയ്യാം? റീയൂസബിൾ ആയിട്ടുള്ള വേസ്റ്റുകള് വസ്തുക്കള് നമ്മൾ പർച്ചേസ് ചെയ്യാണ്. Then second one, choose non-PVC plastic items. PVC അല്ലാത്ത പ്ലാസ്റ്റിക് ഐറ്റംസ്, കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള PVC ടൈപ്പ് അല്ലാത്ത ടൈപ്പ് പ്ലാസ്റ്റിക് ഐറ്റംസുകൾ നമ്മൾ ചൂസ് ചെയ്യാം. Then adopt procedures and policy for genuine management of waste produced. അല്ലെ, ഉത്പാദിപ്പിക്കുന്ന ആ ഒരു മാലിന്യം, ഇപ്പൊ നമ്മൾ ഏത് വേസ്റ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനുള്ള യഥാർത്ഥമായിട്ടുള്ള മീൻസ് നടപടികൾ അതിന് സ്വീകരിക്കാണ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിസ്പോസൽ മെത്തേഡ് തന്നെ ആ ഒരു മാലിന്യത്തിന് സ്വീകരിക്കുക. നമ്മൾ എക്സാമ്പിൾ നമ്മൾ ടേബിളിൽ പഠിച്ചല്ലോ, ലാൻഡ് ഫില്ലിംഗ് ആണെങ്കിൽ 2 ടൈപ്സ് നമ്മൾ പഠിച്ചു. അതിൽ സെക്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യണം. 2 രീതിയുണ്ട്, ഓപ്പൺ ഡംപിംഗ് ഉണ്ട്, സാനിറ്ററി ഉണ്ട്. പക്ഷെ അത് ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്താൽ മാത്രമേ അതിന് എന്താ പറയാ ഒരു ഓപ്പൺ ഡംപിംഗ് ആണ് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വേസ്റ്റുകൾ കൊണ്ട് ഓപ്പൺ ഡംപിംഗ് ചെയ്താൽ എന്താ സംഭവിക്കുക? അവിടെയുള്ള പരിസരം മൊത്തം എന്താണ് മാലിന്യങ്ങൾ വരും, അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ആവും, അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഏത് സെക്യൂർ ആയിട്ടുള്ള ലാൻഡ് മെത്തേഡ് ഉപയോഗിക്കാം. സോ അഡോപ്റ്റ് പ്രൊസീജിയർ ആൻഡ് പോളിസി, ജെന്യുവിൻ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഏതാണോ അതിന് ബെറ്റർ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെത്തേഡ് തന്നെ ഉപയോഗിക്കാം. Then last one, establish effective and sound recycling policy for plastic recycling and contact with authorized manufacturers. എന്നോട് പറയുന്നത്, അതായത് ഇപ്പൊ പ്ലാസ്റ്റിക് ഒക്കെയാണ് അത് റീസൈക്കിൾ ചെയ്യുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ട മാനുഫാക്ചേഴ്സുമായിട്ട് ബന്ധപ്പെടുന്നതിനോ അല്ലെങ്കിൽ അവരായിട്ട് നേരത്തെ അതിന്റെ റീസൈക്കിൾ പ്രോസസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പുനരുപയോഗം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ മുൻകൂട്ടി നമ്മൾ അത് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ റീയൂസിന്റെ റീസൈക്ലിങ്ങിന്റെ കാര്യങ്ങളും ആ ഒരു ഓതറൈസ്ഡ് മാനുഫാക്ചേഴ്സിനോട് നമ്മൾ ചോദിച്ചറിയാറ്, അതിന്റെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ അത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ വേസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് എന്ന് പറയുന്നത്. 4 മെഷേഴ്സുകളാണ് പറഞ്ഞത്. വായിച്ചു നോക്കുക കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് തുടങ്ങി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം.
ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു പോണില്ല, എങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് പറഞ്ഞു തുടങ്ങിയാണ്. ഓൾറെഡി മിസ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനുശേഷമാണ് നമ്മൾ എടുത്തത്. മോക്ക് ടെസ്റ്റിലാണോ ചോദിച്ചത്? മോക്ക് ടെസ്റ്റിലാണോ? കൺഫ്യൂഷൻ ഉണ്ടോ ഏതെങ്കിലും ക്വസ്റ്റ്യൻ? ഓക്കെ, ഏതായിരുന്നു കൺഫ്യൂഷൻ ആയിട്ട് വന്നത്? എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? നോക്കട്ടെ, ഞാൻ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ എടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് നോക്കാം. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ഓൾറെഡി ഫസ്റ്റ് ഭാഗം കുറച്ച് മിസ് എടുത്തിട്ടുണ്ട്, എങ്കിലും ഫസ്റ്റ് തുടങ്ങി നമുക്കൊന്ന് നോക്കാം. ഇപ്പോ ഇൻട്രൊഡക്ഷനില് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയല്ലോ, അണ്ടർലൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതില് ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പഠിച്ചു എന്താണ്? ബോത്ത് വേസ്റ്റ് ഫ്രം എനി മെഡിക്കൽ പ്രാക്ടീസ് ഇൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ടെസ്റ്റിംഗ് സെന്റേഴ്സ് ആൻഡ് ലബോറട്ടറീസ് ആർ refer to as healthcare waste or biomedical waste. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ, ചെയ്തോ? ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, അത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സോ ബയോമെഡിക്കൽ വേസ്റ്റിന് തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ താഴെ വീണ്ടും വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ്? എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ്? ഒരു ഡെഫിനേഷൻ പോലെ തന്നിട്ടുണ്ട്, അതും കംപ്ലീറ്റ് അണ്ടർലൈൻ ചെയ്യണം, പഠിക്കണം. Biomedical waste or hospital waste is any kind of waste containing infectious or potentially infectious material. First question. Next class ഞാൻ അത് പറഞ്ഞാൽ മതിയോ? അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ക്ലിയർ ചെയ്യാം, കാരണം ഞാൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തിട്ടില്ല, നോക്കണം അത്. ഓക്കെ, ദെൻ അടുത്ത ക്ലാസ്സിൽ ചോദിക്കണേ, ഓർമ്മിപ്പിക്കണം കേട്ടോ. ഓക്കെ, then biomedical waste ന്റെ definition ആണ് പറഞ്ഞിരിക്കുന്നത്. Biomedical waste or hospital waste is any kind of waste containing infectious material produced during treatment of both people and animals as well as during study involving biologics. Means അതിന്റെ ഒരു definition ആണ്, അത് പഠിക്കണം. പിന്നെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആണ് നോക്കിയത് അല്ലെ? ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഒബ്ജക്റ്റീവ്സ് 4 ഒബ്ജക്റ്റീവുകളാണ്, 4ഉം പഠിച്ചിരിക്കണം. Then who is at risk? ആരൊക്കെയാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ട് റിസ്ക് അനുഭവിക്കുന്നവര്? നോക്കേണ്ട ആവശ്യമില്ലല്ലോ, അറിയാലോ ആർക്കൊക്കെയാണെന്നുള്ളത് അല്ലെ? പിന്നെ നമ്മൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പ്രൈമറി സോഴ്സസുകളും സെക്കൻഡറി സോഴ്സസുകളും. സോ ഏതൊക്കെയാണ് പ്രൈമറി സോഴ്സസ് എന്ന് പഠിക്കണം. സെക്കൻഡറി സോഴ്സസുകൾ, പ്രൈമറി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് നിങ്ങൾ ആലോചിക്കാം, ബയോമാലിന്യങ്ങൾ മെയിൻ ആയിട്ട് വരുന്നത് ഹോസ്പിറ്റൽ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സെന്റർ, ഡയാലിസിസ്, മെറ്റേണിറ്റി, ഇതെല്ലാം ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അല്ലെ? സോ പ്രൈമറി എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആലോചിക്കാം. സെക്കൻഡറി എന്ന് പറയുമ്പോൾ മറ്റ് ഹൗസ് ഹോൾഡും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ. പിന്നെ നമ്മൾ നോക്കിയത് ബയോമെഡിക്കൽ വേസ്റ്റിനെ WHO 8 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. 8 കാറ്റഗറിയുടെ പേരുകൾ ഒന്ന് നോക്കി വെക്കുക. പിന്നെ ഹസാർഡും നോൺ ഹസാർഡ് വേസ്റ്റ്, ദെൻ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചു. ഹസാർഡ് വേസ്റ്റിൽ ഇൻഫെക്ഷസ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്, അതർ ഹസാർഡ് വേസ്റ്റുകൾ ഏതൊക്കെയാണ്. വീണ്ടും ടേബിള്. ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഫ്ലോ ചാർട്ടും ടേബിളുകളും ആണ് കേട്ടോ. ബാക്കി പഠിക്കേണ്ടെന്നല്ല, അതില് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാം. ടേബിളുകളിലൂടെ 2 ടേബിൾ ഉണ്ട്, ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. ഓക്കെ, അതിൽ നിന്നൊക്കെ മെയിൻ ആയിട്ട് നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണേ. ദെൻ വീണ്ടും ടേബിളില് ഓരോ ടൈപ്പ് വേസ്റ്റുകൾക്ക് എക്സാമ്പിൾസ് ആണ് ഈ ടേബിളിൽ നമ്മൾ പഠിച്ചത്. ഷാർപ്പ് വേസ്റ്റുകൾ ഏതൊക്കെയാണ്? നീഡിൽസ്, ബ്ലേഡ്, ബ്രോക്കൺ. ഇനി ഇൻഫെക്ഷസ് ആയിട്ടുള്ള വേസ്റ്റുകൾ, വേസ്റ്റ് കണ്ടാമിനേറ്റഡ് വിത്ത് ബ്ലഡ്, കൾച്ചേഴ്സ്, ഐസൊലേഷൻ. ദെൻ പാത്തോളജിക്കൽ വേസ്റ്റിന് എക്സാമ്പിൾ ആണ് ബോഡി പാർട്സ്, ഹ്യൂമൻ ടിഷ്യൂസ് ആൻഡ് അനിമൽ കാർക്കീസസ്. ദെൻ വീണ്ടും ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റിന് എക്സാമ്പിൾസ് പഠിച്ചു. expired drugs, expired vaccines, cytotoxic waste. Then chemical solvent, mercury, cleaners, batteries. Then radionuclides. പിന്നെ നമ്മൾ പഠിച്ചത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 1998
then അതിൽ പ്രധാനമായിട്ടും MOEF അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ. പറഞ്ഞു പോകുമ്പോൾ അണ്ടർലൈൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ അണ്ടർലൈൻ ചെയ്ത് പോയേക്കാം കേട്ടോ. MOEF-ന്റെ ഫുൾ ഫോം എക്സ്പാൻഡഡ് ഫോം ചോദിക്കും. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. പിന്നെ നമ്മൾ ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ എങ്ങനെയൊക്കെയാണെന്നാണ് പഠിച്ചത്. വീണ്ടും നമ്മളുടെ മെയിൻ ആൻഡ് ഇമ്പോർട്ടന്റ് ടേബിൾ ഏതോ ഒക്കെ ചോദിച്ചാലും പറയാൻ പറ്റും. ഇപ്പോ പറ്റില്ല എല്ലാവർക്കും. കാറ്റഗറി പേരുകളും കാറ്റഗറി നമ്പറും പേരും പറയാൻ പറ്റുമല്ലോ. അത് ഏതോ ഒക്കെ ചോദിച്ചാലും പറയാൻ പറ്റണം കേട്ടോ. ദെൻ അതിന്റെ കളർ കോഡ്, അതുപോലെ തന്നെ എന്താണ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണ്. കാറ്റഗറി 1 ഏതാണ്? ഹ്യൂമൻ അനാട്ടോമിക്കൽ. കാറ്റഗറി 2 അനിമൽ. കാറ്റഗറി 3 മൈക്രോബയോളജി ബയോടെക്നോളജി. then 4 waste shark. then 5 discarded medicine. then 6 solid waste. 7 solid liquid. then incineration chemical. പഠിച്ചു എല്ലാവരും? എത്ര പേര് അത് കംപ്ലീറ്റ് പഠിച്ചു? എത്ര പേര് പഠിച്ചിട്ടുണ്ട്? ടേബിള് പഠിച്ചു? ഒരാൾ മാത്രം പഠിച്ചിട്ടുള്ളൂ, ബാക്കി ആരും പഠിച്ചിട്ടില്ല. ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇടക്കിടക്ക് അത് എടുത്ത് ചോദിക്കുന്നത്. പഠിക്കണം, കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പഠിക്കണം. ചിലവരത് കഷ്ടപ്പാടാണല്ലോ എന്നോർത്ത് പഠിക്കില്ല. പഠിച്ചാല് അതിന്റെ ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും. കാരണം എക്സാമിന് എപ്പോഴും ചോദിക്കും. അല്ലെങ്കിൽ കളർ കോഡ് ആയിരിക്കാം ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ഡിസ്പോസൽ മെത്തേഡ് ചോദിക്കാറുണ്ട്. മുഴുവനായിട്ടില്ല, ഓക്കെ കുഴപ്പമില്ല, പഠിച്ചോളൂ, സമയമുണ്ടല്ലോ, പഠിക്കണം കേട്ടോ എന്തായാലും. കാരണം അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇത് തീരെ പഠിക്കാത്തവരാണെങ്കിൽ ആ കാറ്റഗറി നമ്പറും ആ ടൈപ്പ് എങ്കിലും ഒന്ന് പഠിച്ചു വെക്കാം. അതിന് ബുദ്ധിമുട്ടില്ലല്ലോ ആർക്കും. ഇനി കംപ്ലീറ്റ് പഠിക്കാൻ പറ്റണില്ല എങ്കിൽ എന്ത് ചെയ്യാം? ആ കാറ്റഗറി നമ്പറും പഠിക്കണം. അതുപോലെ തന്നെ ഏത് ടൈപ്പ് വേസ്റ്റ് ആണെന്ന് കൂടി ഒന്ന് പഠിക്കാം. അതിലാർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. പഠിക്കാത്തവർ പഠിക്കണം, തീർച്ചയായിട്ടും പഠിക്കണം. എക്സാമിന് തൊട്ട് മുമ്പെങ്കിലും നിങ്ങളൊന്നും പഠിക്കണം. ഓക്കെ, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ആണ് നോക്കിയത്. എങ്ങനെയൊക്കെയാണ് അത് കൊണ്ടുപോകേണ്ടത്. പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസ് അല്ലെ, നമ്മൾ പറഞ്ഞു കളക്ട് ചെയ്യുമ്പോൾ ആ എംപ്ലോയീസിന് എടുക്കേണ്ട പേഴ്സണൽ സേഫ്റ്റി ഡിവൈസസ്. ഗ്ലൗസ് ധരിക്കുക, എപ്രോൺസ് ധരിക്കണം, മാസ്ക്, ബൂട്ട്. ഗ്ലൗസ് പ്രത്യേകം ശ്രദ്ധിക്കുക, യെല്ലോ കളർ ഗ്ലൗസ് ആണ് നമ്മൾ ധരിക്കേണ്ടത്. ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ്. അവിടെ പ്രത്യേകിച്ച് യെല്ലോയിഷ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ നമ്മള് യെല്ലോയിഷ് എന്നുള്ളത്? ചെയ്തിട്ടുണ്ടോ ടെക്സ്റ്റില്? നോക്കിയ നിങ്ങളൊന്ന് ചെയ്തിട്ടില്ല? ഓക്കെ, ആ യെല്ലോയിഷ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ബ്രൈറ്റ്ലി യെല്ലോയിഷ് ഇൻ കളർന്ന്. മീൻസ് യെല്ലോ കളറിലെ ഗ്ലൗസ് ആയിരിക്കണം നമ്മൾ ധരിക്കേണ്ടത്. യെല്ലോ കളർ എന്ന് ഉദ്ദേശിക്കുന്നത് കട്ടി കൂടിയ ഹെവി ആയിട്ടുള്ള റബ്ബർ ടൈപ്പ് ഗ്ലൗസ് ആണ്. ഓക്കെ, നോർമൽ ഗ്ലൗസ് അല്ല, കുറച്ചും കൂടി എന്താ പറയാ ക്വാളിറ്റി ഉള്ള ഹെവി ആയിട്ടുള്ള റബ്ബർ ടൈപ്പ്. അതുകൊണ്ടാണ് യെല്ലോ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഏത് കളറിലെ ഗ്ലൗസ് ആണ് ധരിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ എപ്രോൺസ്, ഗൗൺസ്, സ്യൂട്ട്സ്, മാസ്ക്, ബൂട്ട്സ്. പിന്നെ നമ്മൾ നോക്കിയത് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്സുകൾ അല്ലെ. ഏതൊക്കെയായിരുന്നു? ഇൻസിനറേഷൻ ടെക്നോളജി, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവ് ഇറാഡിയേഷൻ, കെമിക്കൽ മെത്തേഡ്സ്, പ്ലാസ്മ പൈറോലിസിസ്, ലാൻഡ് ഡിസ്പോസൽ ആൻഡ് ഇനർഫിസിയേഷൻ. ഇതില് എപ്പോഴും ചോദിക്കാനുള്ളത് പ്ലാസ്മ പൈറോലിസിസ് ആണ്. ഓക്കെ, ബാക്കി ചോദിക്കൂല എന്നല്ല കേട്ടോ. പ്രീവിയസിലൊക്കെ ചോദിച്ച് കാണുന്നത് പ്ലാസ്മ പൈറോലിസിസ് ആണ്. എളുപ്പമാണ്. എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ടെക്നോളജി ഏതാണ് എന്നുള്ള രീതിക്കാണ് എപ്പോഴും ചോദിക്കാറ്. അപ്പൊ അതൊന്ന് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. പ്ലാസ്മ പൈറോലിസിസ്. പിന്നെ അതുപോലെ തന്നെ ഇൻസിനറേഷൻ എന്താണ്? ഇൻസിനറേഷനിൽ ഈ ഒരു ലാസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇൻസിനറേഷന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേസ്റ്റിന്റെ ഒരു 30% ഒറിജിനൽ വോളിയത്തിന്റെ 30% ആ ഒരു കാർഡിന് നമുക്ക് ക്വാണ്ടിറ്റി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മെത്തേഡ് ഏത് ടെക്നോളജിയാണ്? ഇൻസിനറേഷൻ ടെക്നോളജി. ഓക്കെ, സോ ട്രീറ്റ്മെന്റ്സ് ആൻഡ് ഡിസ്പോസൽ നോക്കുക. ദെൻ നമ്മൾ ഇന്ന് നോക്കിയ ബെനഫിറ്റ്സുകൾ എന്തൊക്കെയാണ്? ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ബെനഫിറ്റ്സുകൾ ഏതൊക്കെയാണ്? ആ പോയിന്റ്സുകൾ നോക്കാം. ദെൻ ഇമേജ്. ഇമേജില് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് എന്തൊക്കെയാണ്? ഇമേജ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്, എന്നാണ്, ഡേറ്റ് നോക്കാം. ദെൻ ഇമേജിന്റെ എന്താ പറയാ കമ്മീഷൻ ചെയ്ത ഡേറ്റ് നോക്കണം. ദെൻ സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്, അതുപോലെ തന്നെ ബയോമെഡിക്കൽ മാനേജ്മെന്റ് റൂൾസ് റിലീസ് ആയത് എന്നാണ്. ദെൻ അതുപോലെ തന്നെ ഇവിടെ നമ്മള്
ഈ 55.8 ടൺസ് അതൊന്ന് റൗണ്ട് ചെയ്ത് വെച്ചേ കേട്ടോ. മേ ബി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം. ബാക്കി ജസ്റ്റ് എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ആ 55.8 എന്നുള്ളത് ഒന്ന് റൗണ്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ ആ നമ്പർ. ഓക്കെ, ദെൻ നമ്മൾ സിംബൽസ് ആണ് നോക്കിയത്. പിക്ചറുകൾ നോക്കാം. ലാസ്റ്റ് വൺ, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്. ദെൻ മിനിമൈസേഷൻ, വേസ്റ്റ് മിനിമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാവുന്ന മാർഗങ്ങൾ. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത്. ക്ലിയർ ആണോ? ചാപ്റ്റർ ഓക്കെ അല്ലേ? ബയോമെഡിക്കൽ വേസ്റ്റ്. ദെൻ ബോറടിച്ചോ ഈ ചാപ്റ്റർ? അല്ലെ, നിങ്ങൾ ആദ്യം കണ്ടപ്പോ വിചാരിച്ചിട്ടുണ്ടാവും അല്ലെ ഒരു വേസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലെ. വലിയൊരു പോലെ തന്നെ ചിലപ്പോ ബോറ് ചാപ്റ്റർ ആയിരിക്കാം അല്ലെ. ബോറായിരുന്നോ? അത്രയ്ക്ക് ബോറുണ്ടായിരുന്നോ ഈ ചാപ്റ്റർ? കുഴപ്പമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് കഴിയുന്നു. മീൻസ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഒരുപാട് എന്താ പറയാ നിങ്ങളുടെ ഒരു ലാഗ് ഒന്നും ഇല്ലാതെ അല്ലെ, ഒരുപാട് എന്താ പറയാ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഒരുപാട് വലിച്ചു നീട്ടിയൊന്നും എഴുതിയിട്ടില്ല. മെയിൻ പോയിന്റ്സുകൾ മാത്രം എഴുതിയിട്ടുള്ളൂ അല്ലെ. സോ അത് കൃത്യമായിട്ട് പഠിക്കാനും എളുപ്പമാണ്. ഒരുപാട് സമയമൊന്നും ഈ ഒരു ചാപ്റ്റർ സ്പെൻഡ് ചെയ്യേണ്ട. പഠിക്കുമ്പോൾ ടേബിളുകൾ ആ ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. കമ്പൽസറി ആയിട്ട് അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ ഇനി വേറൊന്നുമില്ലല്ലോ. ക്ലിയർ ആണല്ലോ ഈ ഒരു ചാപ്റ്റർ? മോക്ക് ടെസ്റ്റിന്റെ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഡൗട്ട് എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞു, ക്വസ്റ്റ്യൻസ് എടുത്തിട്ടില്ല. സോ അടുത്ത ക്ലാസ്സിൽ എന്തായാലും പറയാം. ഓക്കെ, ഒന്നാമത്തെ ചാപ്റ്ററിലെ ഫസ്റ്റ് മൊഡ്യൂൾ എക്സാം ഉണ്ടായിരിക്കും കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിയുന്ന എക്സാം ഉണ്ടാകും. ഇതിന് ഇൻഫോർമേഷൻ ഒക്കെ തരാം. ചാപ്റ്ററുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എക്സാം ഉണ്ടായിരിക്കും. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് എക്സാമിന് തൊട്ട് മുൻപായിട്ടൊക്കെ നമുക്ക് ഇൻഫോർമേഷൻ ഒക്കെ തരും കേട്ടോ. എക്സാമിന്റെ കാര്യങ്ങൾ പറയും. ഓക്കെ, ഇൻഫോർമേഷൻ തരും. ഓക്കെ, താങ്ക് യു ഓൾ.